സ്മെൽ മെമ്മറി, ഗന്ധം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും ഓർമ്മകളെയും നിയന്ത്രിക്കുന്നത്? നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക, ആയുർവേദിക് ഐ ആൻഡ് ENT സ്പെഷ്യലിസ്റ്റ്. ഒരു ഗന്ധം, അത് നമ്മളെ പെട്ടെന്ന് ചിരിപ്പിക്കാം, ചിലപ്പോൾ കണ്ണ് നിറയിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ഒരാളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മൾക്ക് നൽകാം, ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോകാം. എന്തുകൊണ്ടാണ് ഗന്ധം, സ്മെൽ, ഈ സെൻസിന് ഇത്ര ഇമോഷണൽ പവർ ഉള്ളത്? നമുക്കതിൻ്റെ സയൻസ് വളരെ ലളിതമായിട്ടൊന്ന് നോക്കാം. സ്മെൽ മെമ്മറി എന്തുകൊണ്ടാണ് ഇത്ര ശക്തം? നമ്മളുടെ ഈ സെൻസ് എല്ലാ സെൻസുകളും വെച്ച് 5 സെൻസ് ഓർഗൻസ് ഉണ്ടെന്നറിയാമല്ലോ. എല്ലാ സെൻസ് ഓർഗൻസിലും വെച്ചിൽ ശക്തമായ ഇമോഷണൽ ട്രിഗർ തരുന്നത് സ്മെൽ സെൻസാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്മെൽ സെൻസ് ഡയറക്റ്റായിട്ട് തലച്ചോറിലുള്ള ലിംബിക് സിസ്റ്റം എന്നുള്ളൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് സ്മെൽ സെൻസ് ബൈപ്പാസസ് തിങ്കിങ് സെൻറ്റർ ഓഫ് ബ്രെയിൻ. സാധാരണ കാഴ്ച, കേൾവി, ത്വക്കിലൂടെ അറിയുന്ന സ്പർശം, ഇവയെല്ലാം തലാമസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തിലൂടെ കടന്നു പോയിട്ട് ചിന്താകേന്ദ്രം, അതായത് കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്ത് എത്തിച്ചേരുന്നു. നേരെ മറിച്ച് സ്മെൽ സെൻസിൻ്റെ റൂട്ട് അതല്ല. അത് തലാമസിനെ ബൈപ്പാസ് ചെയ്തിട്ട് നേരെ ഇമോഷണൽ ബ്രെയിൻ ആയിട്ടുള്ള ലിംബിക് സിസ്റ്റത്തിലേക്കാണ് ചെല്ലുന്നത്. സ്മെൽ സെൻസ് ടോക്സ് ഡയറക്ട്ലി ടു ദ ഇമോഷണൽ സെൻറ്റർ ഓഫ് ബ്രെയിൻ. തിങ്കിങ് സെൻറ്ററിനെ ബൈപ്പാസ് ചെയ്യും. അതുകൊണ്ട് ഒരു സ്മെൽ സെൻസ് നമ്മൾ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അനുബന്ധിച്ചിട്ടുള്ള മൂഡ് ആദ്യം ചേഞ്ച് ചെയ്യും. അതിന് ശേഷമാണ് നമുക്കത് എന്തുകൊണ്ട് എന്നുള്ള അതിന് പിന്നിലെ ലോജിക്ക് മനസ്സിലാകുകയുള്ളൂ. വെൻ യു സ്മെൽ സംതിങ് you feel happy before you know why. When you smell something, you feel irritated without any reason. When you smell hospital, you feel anxiety. Sometimes you feel nostalgic instantly. When you smell food, you feel appetite. Eye remembers more, but nose remembers deeper. കാഴ്ചകൾ നമുക്ക് പല ഓർമ്മകളും തരും, പക്ഷേ അതിൻ്റെ ഇമോഷൻസ് അത്ര സ്ട്രോങ് ആവണമെന്നില്ല. പക്ഷേ ഒരു സ്മെല്ല് നമുക്ക് ഒരുപാട് ഓർമ്മകളൊന്നും തരുന്നുണ്ടാവില്ല, പക്ഷേ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് തന്നിരിക്കും. ആക്ച്വലി അത് ഓർമ്മകൾ മാത്രമല്ല, നമുക്കതൊരു എലൈവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തരാൻ സ്മെൽ സെൻസിന് സാധ്യമാണ്. പാലിയേറ്റീവ് കെയറിൽ അല്ലെങ്കിൽ ഒരു രോഗിയുടെ ഹീലിംഗ് ഫേസിൽ വളരെ പവർഫുള്ളായിട്ടൊരു ടൂളായിട്ട് നമുക്ക് സ്മെൽ സെൻസിനെ ഉപയോഗിക്കാൻ പറ്റും. അവരുടെ ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ, അവരുടെ കംഫർട്ട് ലെവൽ കൂട്ടാനായിട്ട്, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനെല്ലാം ഒരു പരിചയമുള്ള ഒരു സൂത്തിങ് സ്മെല്ല് അവർക്ക് കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. മറ്റൊരു കാര്യം, ഈ 5 സെൻസ് ഓർഗൻസ് നമുക്കുള്ളതിൽ ഏറ്റവും അവസാനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും ഈ സ്മെൽ സെൻസാണ്. കാരണം നമ്മളുടെ ചിന്താകേന്ദ്രമായ ബ്രെയിനിൻ്റെ കോർട്ടക്സ് പ്രായം ചെല്ലും തോറും അത് ഡീജനറേറ്റ് ചെയ്ത് അതിൻ്റെ സ്വാഭാവികമായ ബലം കുറഞ്ഞു വരും. പ്രായം ചെല്ലുമ്പോൾ മറ്റെല്ലാം കുറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനവും കുറഞ്ഞു വരും. പക്ഷേ ഇമോഷണൽ ബ്രെയിൻ കുറച്ചും കൂടി ആക്റ്റീവായിരിക്കും. സ്മെൽ സെൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് തലാമസിനെയെല്ലാം ബൈപ്പാസ് ചെയ്ത് നേരെ ഇമോഷണൽ ബ്രെയിനിലേക്കാണ് അതിൻ്റെ ഇമ്പൾസസ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റെസ്പോൺസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു രോഗിക്ക് അവരുടെ മറ്റ് സെൻസ് ഓർഗൻസിൻ്റെ എല്ലാം ബലം ക്ഷയിച്ചാലും അവർക്ക് സ്മെൽ സെൻസ് പെർസീവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കിടക്കുന്ന മുറിയിൽ അവർക്ക് പരിചയമുള്ള ഒരു സ്മെല്ല് കൊടുക്കുന്നത് അവർക്ക് കുറച്ചും കൂടി ഒരു സുരക്ഷിതത്വ ബോധം നൽകും. സ്മെൽ ഈസ് നോട്ട് എ സിമ്പിൾ സെൻസ്. ഫീൽ ഫസ്റ്റ്, തിങ്ക് ലേറ്റർ എന്നാണ് സ്മെല്ലിൻ്റെ പോളിസി. താങ്ക് യു.